playlists to show you new sounds. Or you can make music a shared experience when you host a jam where you and your friends can add songs. നമ്മളെ വീട്ടിലുള്ള തേനീച്ച കൂടാണ്. നമ്മളെ വീട്ടിലൊരു തേനീച്ച കൂടുണ്ട്. ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഗാർഡനിലുള്ള പൂവെന്നുള്ള തേനുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. നാച്ചുറലായിട്ട് കുറച്ച് തേൻ കിട്ടുമല്ലോ വീട്ടിൽ. അതിൻ്റെ പർപ്പസിന് വേണ്ടി വെച്ചതാണ്. അതുപോലെ ഇത് നമ്മളെ അൽവാസിയാട്ടോ, അൽബി കുട്ടിയൊക്കെയെന്ന് പറയും. മൂപ്പരാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് മാസ്റ്റർ. മൂപ്പരെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചു കൊടുന്ന് വെച്ചാണ്. അപ്പോൾ നമുക്കെന്ത് സംശയങ്ങളുണ്ടെങ്കിലും പിന്നെ ഇതൊക്കെ ഇതിൻ്റെ സമയമാകുമ്പോൾ നോക്കണതൊക്കെ മൂപ്പരോട് ചോദിച്ചിട്ടാണ്. കുറച്ച് കാലം മുന്നേ അച്ഛനത് എടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ട് വീട്ടിൽ. അപ്പോൾ മൂപ്പരാണ് പിന്നെ നോക്കൽ. അപ്പോൾ മൂപ്പരത് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മളത് നിന്ന് നോക്കും. അപ്പോൾ തേനെടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നോക്കിയതാണ്. അപ്പം എല്ലാവരും വീട്ടിലിതൊക്കെ വെക്കണം നല്ലതാണ്. പെട്ടെന്ന് നമുക്ക് വെറുതെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള ഫണ്ട് ദീപം തന്നെ നമുക്ക് വരുമാനങ്ങൾ കണ്ടെത്താവുന്നതാണ്. എല്ലാവർക്കും ചെയ്ത് ഈസിയാണ്. പക്ഷേ ഇത് നല്ലൊരു ട്രെയിനർ ഇടുന്നത് കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. കുറച്ച് പ്രൊസീജിയറുകളുണ്ട്. അതിൻ്റേതായ റിസ്ക് എല്ലാ വർക്കിലും ഉണ്ടല്ലോ. എന്നപോലെ ഇതിലും കുറച്ച് റിസ്ക്കുകളുണ്ട്. പിന്നെ നല്ല തേന് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് തീറ്റ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. എന്താ പറയുക, പഞ്ചസാര, ലായനി, മുക്കാനം, അതേപോലെ ശർക്കര അങ്ങനെയൊക്കെ ഉള്ളത് കുറച്ച് ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവർ വന്ന് കുടിച്ചിട്ട് പോകും. നല്ല വരും ഇതുണ്ടാവും കേട്ടോ. നല്ല അത്യാവശ്യം നല്ല തേൻ കിട്ടും. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നാച്ചുറലായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് വീട്ടിലുള്ള ആവശ്യത്തിനുള്ള കൊടുക്കാനൊന്നും നമ്മൾ എടുക്കാറില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. ആർക്കെങ്കിലും നല്ല നാടൻ തേന് വേണമെന്നുണ്ടെങ്കിൽ 2500 രൂപ അങ്ങനെയാണ് ലിറ്ററിന് വരുന്നത്. നമ്മൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. കൊടുത്താണെങ്കിൽ കൊടുന്ന് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊക്കെ എവിടെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പാർസൽ ചെയ്ത് തരാം. നമുക്ക് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ തന്നെ കേട്ടോ നാച്ചുറലായിട്ട് എടുക്കണം. അതൊക്കെ ഓരോ പലക കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. മൂപ്പര് നല്ല ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ചെയ്യണ കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ളതാണ്. അത് ആക്രമിക്കുക കാര്യങ്ങളൊന്നുമില്ല. അതിന് പെയിനാക്കില്ല. അതൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ മൂപ്പരെ കൊണ്ടോ പറയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത്രയും നല്ല കാര്യങ്ങളാണ്. വീട്ടിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ മതി, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വരുമാനം ആവുകയും ചെയ്യും. നാച്ചുറലായിട്ടുള്ള സാധനം നമുക്ക് കിട്ടും ചെയ്യും. അല്ലാതെ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇത് പക്ക പ്യുവർ സാധനം കിട്ടുന്നതാണ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ചേഞ്ച് തന്നെ ഉണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്നതിനായിട്ട് നല്ല ചേഞ്ച് നമ്മൾ കിട്ടുന്നുണ്ട്. എനിക്ക് നമ്മൾ വേറൊന്നും ചേർക്കാനും പോകണമെന്നൊന്നുമില്ലല്ലോ. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളിതിൽ പറഞ്ഞു കേട്ടോ. നമ്മൾ പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു പക്ക ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആവശ്യക്കാരുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കൊറിയർ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏരിയയിലൊക്കെയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് വന്ന് നോക്കിയിട്ട് തന്നെ വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിനുള്ള സൗകര്യം നമുക്ക് സെറ്റ് ചെയ്യാം. അടിപൊളിയാണ്, സിമ്പിൾ കാര്യമാണ്. നമുക്ക് കൊട്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഇവരെ അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കരുത്. ഇവരെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ആക്രമിക്കുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് സിഗ്നൽ തരും കേട്ടോ. നല്ല തേനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ഇവർ പട്ടാളങ്ങൾ അതിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ നമ്മൾ തേനെടുക്കാനായി എന്നാണ്. അങ്ങനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് അവരുടെ ഏരിയ. ഒരു സൈന്യ ഒരു സ്റ്റോറി പറഞ്ഞാൽ വലിയൊരു സ്റ്റോറി തന്നെ, കഥ തന്നെയുണ്ട്. റാണീനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു ലോകം അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ്. അത് കേൾക്കാൻ നല്ല രസമുള്ളതാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതും പറയാം. നമ്മൾ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ പിന്നെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മൾ കാട്ടിൽ വെച്ചിരിക്കുന്ന കേട്ടോ പുറത്ത്. അപ്പോൾ തേനെടുക്കാൻ വെയിറ്റ് ചെയ്യണം നമ്മൾക്ക് അവിടെ. കിട്ടിയിട്ട് വേണം കഴിക്കാം. അപ്പോൾ തന്നെ എടുത്ത് കിട്ടും ചെയ്യാം, നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കലില്ല, അത് കൂടെ കൂടെ കരിക്കില്ല. സ്റ്റോക്ക് ഇപ്പോഴൊക്കെ വളരെ കമ്മിയാണ്. ഇച്ചിരി എന്തിനെങ്കിലും കുട്ടികളോ കാര്യങ്ങളൊക്കെ വന്ന് ഫുള്ളലോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ആവശ്യത്തിനാകുമ്പോൾ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് ഇങ്ങനെ വയ്ക്കണ കാണാം. നമ്മളിപ്പോൾ ഈ പല കിട്ടിയ അപ്പം തന്നെ കഴിക്കും. എനിക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലും പിന്നെ തേങ്ങ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ബന്ധപ്പെടാൻ മറക്കണ്ട. കണ്ടവരുണ്ടെങ്കിൽ ആർക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളി. പിന്നെ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ അൽവിട്ടേക്കാൻ അറിയാം, നമുക്ക് ചെന്നിട്ട് മേടിക്കാം. അല്ലാത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടാൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി വേണമെന്നും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് എങ്ങനെ വെച്ചാൽ അങ്ങനെ ചെയ്തു തരാം. ഓക്കെ, അടിപൊളി സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, മായമില്ല കളങ്ക അങ്ങനത്തെ അടുത്തില്ല. എന്ന പോലെ തന്നെ പക്ക ജെന്യൂനായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിൻ്റെ പ്രൊസീജിയറുകളായിട്ട് അത് കാണുന്ന തേനെടുക്കുന്നതിൻ്റെ മുന്നേ, അതിൻ്റെ പലക മാറ്റുന്നതിൻ്റെയൊക്കെ മുന്നേ ഉള്ള കുറച്ച് റിസ്ക് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നാച്ചുറൽ ഹണി
പിന്നെ ഇതിപ്പോൾ നമ്മൾ വീട്ടിലെ ഗാർഡൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. കുറേ മുന്നത്തെ ഗാർഡൻ ഉണ്ടായിരുന്നു, ക്ലോസ് ചെയ്യാൻ പോവാ. ഒരു മുന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഗാർഡനാണ്. അപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ ആയിരുന്നു, അത് നിർത്തി പ്രവാസമൊക്കെ നിർത്തി വന്നിട്ട് റീസെറ്റ് ചെയ്യുന്നതാണ് ഗാർഡൻ. ഇപ്പോൾ കുറേ ചെടികൾ വലുതായിട്ടും കുറേ ചെടികളും പുതിയ ചെടികൾ കുറേ കൊണ്ടുവന്ന് വയ്ക്കാനൊക്കെ ഉണ്ട്. വീടിൻ്റെ ചുറ്ററും അങ്ങനത്തെ കുറച്ച് പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു സെറ്റപ്പാണ് ഇതിട്ടോ. പൂച്ച, കോഴി ഇങ്ങനത്തെ എല്ലാ പരിപാടിയും ചെറുപ്പത്തിലുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. നാട്ടിലായപ്പോൾ സമയങ്ങളുണ്ട്, അതിങ്ങനെ പുറത്ത് പോയത് നോക്കാനും ഇതിനൊന്നും ആളെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരും. ഗാർഡൻ്റെ സെറ്റിങ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗാർഡനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗാർഡൻ എങ്ങനെ സെറ്റ് ചെയ്യണം, ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കലുണ്ട് നമ്മൾ.